80കളിൽ ബാലതാരവും 90കളിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന നായികയുമായിരുന്ന ബേബി ശാലിനി നായികയായി അഭിനയിച്ച സിനിമകൾ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടോ അതോ വിജയിച്ചോ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുമല്ലോ. പല സിനിമകളും നിങ്ങൾക്ക് റെഫർ ചെയ്ത് കാണാനും പറ്റും. അതിനു മുൻപായി വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. 1983 ഫാസിലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ എൻ്റെ മാമാട്ടി കുട്ടിയമ്മയ്ക്ക് എന്ന സിനിമയിലൂടെ ബാലതാരമായിട്ടാണ് ശാലിനി അജിത്ത് സിനിമയിലെത്തുന്നത്. പിന്നീട് മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിലായി 50ലേറെ സിനിമകളിൽ ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ ബേബി ശാലിനി. ഇതിൽ മലയാളത്തിൽ മാത്രം 30ലേറെ സിനിമകളിൽ ബാലതാരമായി എത്തി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ശാലിനി നായികയായെത്തുന്നത് 1997 ഫാസിലിന്റെ തന്നെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലൂടെയാണ്. കുഞ്ചാക്കോ ബോബന്റെയും നായകനായുള്ള ആദ്യ ചിത്രമായിരുന്നു ഇത്. ഇരുവരെയും കൂടാതെ സുധീഷ്, അരിഷി അശോകൻ, തിലകൻ, ജനാർദ്ദനൻ, ഇന്നസെന്റ്, KPS ലളിത, ശ്രീവിദ്യ തുടങ്ങി വലിയൊരു താരനിര ഈ സിനിമയിലുണ്ടായിരുന്നു. എന്നാൽ റിലീസിന്റെ ആദ്യ ദിനങ്ങളിൽ പ്രേക്ഷകരിൽ നിന്നും സ്ലോ റെസ്പോൺസ് ആയിരുന്നു ചിത്രത്തിന് ലഭിച്ചിരുന്നെങ്കിലും പിന്നീട് ചിത്രം ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുകയായിരുന്നു. 150 ദിവസത്തിന് മുകളിൽ ചിത്രം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുകയും ആ കാലത്ത് ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന സിനിമയായി മാറുകയും ചെയ്തിരുന്നു നമ്മുടെ അനിയത്തിപ്രാവ്. ഇതോടെ കുഞ്ചാക്കോ ബോബനും ശാലിനിയും അന്നത്തെ യുവാക്കൾക്കിടയിൽ തരംഗമായി മാറുകയായിരുന്നു. ശാലിനിയുടെ രണ്ടാമത് ചിത്രം 1997 തന്നെ പുറത്തിറങ്ങിയ കളിയൂഞ്ഞാലായിരുന്നു. അനിൽ ബാബു ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തിരുന്നത്. മമ്മൂട്ടി, ദിലീപ്, ശോഭന, ശാലിനി തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. കരമന ജനാർദ്ദനൻ നായർ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ലക്ഷ്മി, പ്രവീണ, മാള അരവിന്ദൻ തുടങ്ങിയവർ മറ്റു കഥാപാത്രങ്ങളെയും കൈകാര്യം ചെയ്തു. മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ സഹോദരി വേഷത്തിലായിരുന്നു ശാലിനി ഈ ചിത്രത്തിലെത്തിയിരുന്നത്. മഞ്ജിമ മോഹനായിരുന്നു ശാലിനിയുടെ ചെറുപ്പകാലം ഈ സിനിമയിൽ അഭിനയിച്ചത്. ശാലിനിയുടെ ചിത്രത്തിലെ കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ടിരുന്നെങ്കിലും സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും മിക്സ്ഡ് റിവ്യൂസ് ആയിരുന്നു ലഭിച്ചത്. സിനിമ വെറും സെമി ഹിറ്റിലേക്ക് മാത്രമായിരുന്നു എത്തിയിരുന്നത്. ശാലിനിയുടെ മൂന്നാമത്തെ ചിത്രം ഒരു തമിഴ് സിനിമയായിരുന്നു. കാതലുക്ക് മര്യാദ എന്നായിരുന്നു സിനിമയുടെ പേര്. ഫാസിലായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തിരുന്നത്. 1997 തന്നെയായിരുന്നു ഈ ചിത്രം റിലീസായത്. നമ്മുടെ ദളപതി വിജയും ശാലിനിയുമായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. ശ്രീവിദ്യ, ശിവകുമാർ, മണിവർണ്ണൻ, ദാമു, ചാർലി തുടങ്ങിയ വലിയൊരു താരനിര ഈ സിനിമയിലും ഉണ്ടായിരുന്നു. എന്നാൽ ഈ സിനിമ ഫാസിൽ സംവിധാനം ചെയ്ത അനിയത്തിപ്രാവിന്റെ ഒഫീഷ്യൽ തമിഴ് റീമേക്ക് ആയിരുന്നു. ഇവിടെ കുഞ്ചാക്കോ ബോബൻ അവതരിപ്പിച്ച വേഷം തമിഴിൽ നമ്മുടെ വിജയ് ആയിരുന്നു ചെയ്തിരുന്നത്. മലയാളത്തിൽ ശാലിനി അവതരിപ്പിച്ച അതേ വേഷം തന്നെയായിരുന്നു തമിഴിൽ ശാലിനി കൈകാര്യം ചെയ്തിരുന്നത്. മലയാളത്തിലെ പോലെ പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു തമിഴിൽ കാതലുക്ക് മര്യാദക്കും ലഭിച്ചിരുന്നത്. ചിത്രം ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുകയായിരുന്നു. അടുത്തത് M. ശങ്കറിന്റെ സംവിധാനത്തിൽ 1998 പുറത്തിറങ്ങിയ നക്ഷത്ര താരാട്ട് എന്ന ചിത്രമായിരുന്നു. കുഞ്ചാക്കോ ബോബനും ശാലിനിയുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. തിലകൻ, ജഗദീഷ്, അരിഷി അശോകൻ, സായ് കുമാർ, ബീന ആന്റണി, അനിൽ മുരളി തുടങ്ങിയ ഒരു താരനിര ഈ ചിത്രത്തിലുണ്ടായിരുന്നു. റൊമാന്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമക്ക് പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമായിരുന്നു ലഭിച്ചിരുന്നത്. 90 ദിവസത്തിന് മുകളിൽ ഈ സിനിമ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചിരുന്നു. ബോക്സ് ഓഫീസിൽ ഈ സിനിമ ഹിറ്റ് വിജയം നേടിയിരുന്നു. അടുത്തത് കമലിന്റെ സംവിധാനത്തിൽ 1998 പുറത്തിറങ്ങിയ കൈ കൊടുന്ന നിലാവ് എന്ന ചിത്രമായിരുന്നു. ജയറാം, ദിലീപ്, രഞ്ജിത, ശാലിനി തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. വേണി എന്ന കഥാപാത്രത്തെ ആയിരുന്നു ശാലിനി ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരുന്നത്. ഭരത് ഗോപി, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, കലാഭവൻ മണി, അഗസ്റ്റിൻ, നന്ദു, മുരളി, TP മാധവൻ തുടങ്ങിയ താരനിരയായിരുന്നു ഈ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും തരക്കേടില്ലാത്ത അഭിപ്രായം ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നു. സിനിമ ബോക്സ് ഓഫീസിൽ ആവറേജ് വിജയം മാത്രമാണ് നേടിയതെങ്കിലും ഈ സിനിമ തമിഴിലേക്ക് നിലാവേ ഉനക്കാകെ എന്ന പേരിൽ ഡബ്ബ് ചെയ്ത് റിലീസ് ചെയ്തിരുന്നു. അടുത്ത സിനിമ 1998 തന്നെ പുറത്തിറങ്ങിയ സുന്ദര കില്ലാടി എന്ന ചിത്രമായിരുന്നു. മുരളീകൃഷ്ണനായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തിരുന്നത്. സിനിമയുടെ കഥ ഒരുക്കിയതും സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരുന്നതും നമ്മുടെ പ്രിയപ്പെട്ട ഫാസിലായിരുന്നു. ദിലീപും ശാലിനിയുമായിരുന്നു ഈ ചിത്രത്തിൽ നായകന്റെയും നായികയുടെയും വേഷം കൈകാര്യം ചെയ്തിരുന്നത്. നെടുമുടി വേണു, അശോകൻ, ബാബു നമ്പൂതിരി, കുതിരവട്ടം പപ്പു, നന്ദു, TP മാധവൻ, സാദിഖ്, ശങ്കരാടി തുടങ്ങി വലിയൊരു താരനിര ഈ ചിത്രത്തിലുണ്ടായിരുന്നു. കുടിവെള്ളം കിട്ടാൻ വളരെ പ്രയാസപ്പെടുന്ന ഒരു ഗ്രാമത്തിലേക്ക് കിണർ കുഴിക്കാനെത്തുന്ന യുവാവിന്റെയും സംഘത്തിന്റെയും കഥയായിരുന്നു ചിത്രം പറഞ്ഞിരുന്നത്. ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയ്ക്ക് മോശമല്ലാത്ത അഭിപ്രായം ലഭിച്ചിരുന്നു. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ ആവറേജ് വിജയം കഷ്ടി നേടിയിരുന്നു. അടുത്തത് ഹരിഹരന്റെ സംവിധാനത്തിൽ 1999 പുറത്തിറങ്ങിയ പ്രേം പൂജാരി എന്ന ചിത്രമായിരുന്നു. ഹിറ്റ് ജോഡികളായ കുഞ്ചാക്കോ ബോബനും ശാലിനിയും മൂന്നാമതായി ഒന്നിച്ച ചിത്രം കൂടിയായിരുന്നു പ്രേം പൂജാരി. ഇരുവർക്കും പുറമെ വിനീത്, ക്യാപ്റ്റൻ രാജു, തിലകൻ, ജഗദീഷ് ശ്രീകുമാർ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, സുധീഷ്, സുകുമാരി, മയൂരി, ലക്ഷ്മി സോമൻ തുടങ്ങിയവരായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തിരുന്നത്. റൊമാന്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും മോശമല്ലാത്ത അഭിപ്രായമായിരുന്നു ലഭിച്ചിരുന്നത്. സിനിമ ബോക്സ് ഓഫീസിൽ ആവറേജ് വിജയം മാത്രമാണ് നേടിയിരുന്നെങ്കിലും
സിനിമയിലെ ഗാനങ്ങൾ സൂപ്പർ ഹിറ്റായിരുന്നു. 8 പാട്ടുകളായിരുന്നു ഈ സിനിമയിലുണ്ടായിരുന്നത്. ആ പാട്ടുകളൊക്കെ ഇന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ബോളിവുഡ് സംഗീത സംവിധായകനായ ഉത്തം സിംഗ് ആയിരുന്നു ഈ സിനിമയിലെ പാട്ടുകൾക്ക് സംഗീതം നൽകിയിരുന്നത്. ഉത്തം സിംഗ് നമ്മുടെ ഷാരൂഖ് ഖാന്റെ ദിൽ തൂ പാഗൽ ഹെ പോലുള്ള സിനിമകൾക്കൊക്കെ സംഗീതം നൽകിയ സംഗീത സംവിധായകനായിരുന്നു. ശാലിനിയുടെ അടുത്ത ചിത്രം ഒരു തമിഴ് സിനിമയായിരുന്നു. സരന്റെ സംവിധാനത്തിൽ 1999 പുറത്തിറങ്ങിയ അമർക്കളമായിരുന്നു ആ സിനിമ. നമ്മുടെ അജിത് കുമാറും ശാലിനിയുമായിരുന്നു ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഇവരെ കൂടാതെ രഘുവരൻ, നാസർ, രാധിക, അംബിക, ബിനു ചക്രവർത്തി, ദാമു, രമേശ് ഖന്ന തുടങ്ങിയവരും ഉണ്ടായിരുന്നു. അജിത് കുമാറിന്റെ 25ാമത്തെ സിനിമ കൂടിയായിരുന്നു ഇത്. റൊമാൻറ്റിക് ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമായിരുന്നു ലഭിച്ചിരുന്നത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയമായിരുന്നു നേടിയിരുന്നത്. പിന്നീട് ലീലാമഹൽ എന്ന പേരിൽ തെലുങ്കിലേക്കും അസുര എന്ന പേരിൽ കന്നഡയിലേക്കും ഈ സിനിമ റീമേക്ക് ചെയ്തിരുന്നു. മാത്രമല്ല അമർക്കളം എന്ന സിനിമയുടെ റീമാസ്റ്റേർഡ് വേർഷൻ 2014 മെയ് 16 റീ റിലീസ് ചെയ്യുകയും ചെയ്തിരുന്നു. അടുത്തത് കമലിന്റെ സംവിധാനത്തിൽ 1999 പുറത്തിറങ്ങിയ നിറം എന്ന ചിത്രമായിരുന്നു. കുഞ്ചാക്കോ ബോബനും ശാലിനിയുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തിരുന്നത്. ലാലു അലക്സ്, ദേവൻ, ജോമോൾ, അംബിക, ബിന്ദു പണിക്കർ, ബോബൻ ആലിമൂടൻ, കോവൈ സരള, KPS ലളിത തുടങ്ങിയവരായിരുന്നു ഈ സിനിമയിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമായിരുന്നു ലഭിച്ചിരുന്നത്. സിനിമ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടുകയും 150 ദിവസത്തിന് മുകളിൽ ചിത്രം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല ആ വർഷം ഏറ്റവും അധികം കളക്ഷൻ നേടിയ സിനിമകൾ ഒന്നുകൂടിയായിരുന്നു നിറം. പിന്നീട് ഈ സിനിമ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. ശാലിനിയുടെ അടുത്ത സിനിമ ഒരു തമിഴ് സിനിമയായിരുന്നു. അത് ഫാസിലിന്റെ സംവിധാനത്തിൽ 2000 പുറത്തിറങ്ങിയ കണ്ണുക്കുൾ നിലാവ് എന്ന ചിത്രമായിരുന്നു. നമ്മുടെ വിജയും ശാലിനിയുമായിരുന്നു ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. കാവേരി, രഘുവരൻ, ശ്രീവിദ്യ, ചാർലി, ദാമു തുടങ്ങിയവർ മറ്റു കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തിരുന്നു. റൊമാൻറ്റിക് സൈക്കോളജി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും മോശമല്ലാത്ത അഭിപ്രായം ലഭിച്ചിരുന്നു. ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് വിജയം നേടിയിരുന്നു. അടുത്തത് മണിരത്നത്തിന്റെ സംവിധാനത്തിൽ 2000 പുറത്തിറങ്ങിയ അലൈപായുധ് എന്ന ചിത്രമായിരുന്നു. R മാധവനും ശാലിനിയുമായിരുന്നു പ്രധാന വേഷം കൈകാര്യം ചെയ്തിരുന്നത്. റൊമാൻറ്റിക് മ്യൂസിക്കൽ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയ്ക്ക് സംഗീതം നൽകിയിരുന്നത് AR റഹ്മാൻ ആയിരുന്നു. പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. സിനിമ ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയമായിരുന്നു നേടിയിരുന്നത്. പിന്നീട് സഖി എന്ന പേരിൽ തെലുങ്കിൽ ഡബ്ബ് ചെയ്ത് റിലീസ് ചെയ്തിരുന്നു. ഹിന്ദിയിൽ സാത്തി എന്ന പേരിൽ റീമേക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. അടുത്തത് കമലിന്റെ സംവിധാനത്തിൽ 2001 പുറത്തിറങ്ങിയ പിരിയാത്ത വരം വേണ്ടുമെന്ന തമിഴ് സിനിമയായിരുന്നു. പ്രശാന്തും ശാലിനിയും ജോമോളുമായിരുന്നു ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. മലയാളത്തിൽ നമ്മുടെ കുഞ്ചാക്കോ ബോബൻ ചെയ്ത വേഷം തമിഴിൽ പ്രശാന്ത് ആയിരുന്നു ചെയ്തിരുന്നത്. ശാലിനിയും ജോമോളും മലയാളത്തിലെ അതേ വേഷം തന്നെയായിരുന്നു തമിഴിൽ കൈകാര്യം ചെയ്തിരുന്നത്. അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. സിനിമ ബോക്സ് ഓഫീസിൽ ഹിറ്റ് വിജയം നേടിയിരുന്നു. ശാലിനി സിനിമയിൽ നിന്നും വിരമിക്കുന്നതിന് മുൻപ് അവസാനമായി ചെയ്ത ചിത്രം കൂടിയായിരുന്നു പിരിയാത്ത വരം വേണ്ടും. പിന്നീട് നടൻ അജിത് കുമാറുമായുള്ള വിവാഹത്തെ തുടർന്ന് സിനിമയിൽ നിന്നും പൂർണ്ണമായും മാറി നിൽക്കുകയായിരുന്നു നമ്മുടെ ശാലിനി. അപ്പോൾ ഇത്രയും സിനിമകളാണ് ഇന്നത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബേബി ശാലിനിയുടെ കഥാപാത്രം ഏതാണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ.